ഹലോ, ഞാൻ ആദ്യമായി തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഫസ്റ്റ് വന്നൊരു കമൻറ്റാണ് എന്താണ് അക്കാഡമിക് കൗൺസിലർ പോസ്റ്റ് എന്നുള്ളത്. ഒരുപാട് വേക്കൻസീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആദ്യമേ തന്നെ പറയാം, ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണ്. അതായത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളായിരിക്കാം. ക്രാഷ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, എബ്രോഡ് സ്റ്റഡി സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഈ ഒരു വേക്കൻസി വരുന്നത്. ഈ ഒരു ജോലിയുടെ രീതി എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിലേക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എൻക്വയറി ആയിട്ട് ഒരാൾ വരുന്നു. അയാൾക്കറിയില്ല ഈ ഒരു കോഴ്സിൻ്റെ പേരിനപ്പുറം എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്, അത് പഠിച്ചിറങ്ങുന്നത് കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡുകളിലേക്കായിരിക്കും അവർക്ക് ജോലി ലഭിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളെ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത് അയാൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, എങ്ങനെയാണ് അത് പഠിച്ചിറങ്ങിയാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വേക്കൻസിയാണ് അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്നത്. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. അവർ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവർക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് അവരുടെ ക്ലാസ് ഓക്കെ ആണോ എന്നുള്ളത് അന്വേഷിക്കുക. അവരുടെ പ്ലേസ്മെൻറ്റ് ആവുന്നത് വരെയും നമ്മൾ അവർക്ക് എപ്പോഴും ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഒരു ജോലിയാണ് അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ജോലിക്ക് എല്ലാ സ്ഥാപനങ്ങളിലും ടാർഗറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരിക്കും. അത് ചെറിയ ടാർഗറ്റുകൾ ഉണ്ടാവാം, വലിയ ടാർഗറ്റുകൾ ഉണ്ടാവാം. നമുക്ക് വരുന്ന നമ്പേഴ്സിനനുസരിച്ചിരിക്കും കേട്ടോ.